ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത്തവണ ക്രിസ്മസിന് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാനിവിടെ ഒരു ഇൻസ്റ്റൻറ്റ് റം കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ 1/4 കപ്പ് ഗ്ലേസ്ഡ് ചെറീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഈന്തപ്പഴം കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/4 കപ്പ് സുൽത്താനാസ് ഉണങ്ങിയ മുന്തിരിങ്ങ അത് വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1/4 കപ്പ് കറുത്ത മുന്തിരിങ്ങ ഉണങ്ങിയത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് റമ്മാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ബ്രാൻഡിയോ വൈനോ വിസ്കിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം, ഏത് ആൽക്കഹോൾ ആയാലും മതി കേട്ടോ. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത്, ഇനിയും സ്റ്റൗ ഓൺ ചെയ്യുക, ആദ്യമേ ഓൺ ചെയ്ത് വെക്കരുത്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിക്കണം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഡ്രൈ ആവും കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കണം. അതായത് അടിക്ക് പിടിക്കോ, ചിലതൊക്കെ അടിക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ തീയിലേ ഇടാവോ, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിനി ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആൽക്കഹോളെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈ ആൽക്കഹോളിൽ സോക്കായിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി വളരെ കുറച്ച് ആൽക്കഹോളേ ഉള്ളൂ കേട്ടോ അടിയിൽ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. അടച്ചിട്ട് തണുക്കാൻ വെക്കണം. ഇനി ഒരു മിക്സിയിൽ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര എടുക്കണം. അതിലേക്ക് 2 ഗ്രാമ്പു ഇടണം, ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഇടണം, 2 ചെറിയ പീസ് പട്ട, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡർ ആക്കിയിട്ട് വരാം നമുക്ക്. ഇനി ഒരു ചൂട് കെട്ടിയുള്ള പാത്രം വെച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കാരമലൈസ് ചെയ്യാൻ വെക്കാം. ഇത് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി പാത്രം. സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിത് ഫ്ലെയിം ലോയിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഡാർക്ക് ബ്രൗൺ ആയിട്ട് കഴിക്കും കേട്ടോ. ഇപ്പം നല്ലതായിട്ട് ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറേശ്ശെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ചൊഴിക്കാൻ പാടില്ല, ഇത് ദേഹത്തൊക്കെ തെറിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഈ കാരമൽ സിറപ്പാണ് കേക്കിന് കളർ കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതിൽ ചോക്ലേറ്റ് പൗഡർ കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. ഇനി പിന്നെയും വെള്ളം ഒഴിച്ച് ഒന്നും കൂടി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ആദ്യമേ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതെല്ലാം തണുക്കണം, റൂം ടെമ്പറേച്ചറിൽ വേണം. ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് ബട്ടർ അതിട്ടിട്ട് അതിലേക്ക് 1/4 കപ്പ് ആ പഞ്ചസാരയും ആ സ്പൈസസ് കൂടെ പൊടിച്ചത് ചേർക്കുക. പൊടിച്ചിട്ട് നമ്മുടെ സാദാ ബീറ്ററില്ലേ, ഒരു ഫോർക്കായാലും മതി, അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ഇലക്ട്രിക് ബീറ്റർ, ഹാൻഡ് ബീറ്റർ ഒന്നിൻ്റെ ആവശ്യമില്ല. കേക്കിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. ആദ്യം ഒരു മുട്ട ഇട്ടിട്ട് അത് ഈ ബട്ടർ ഷുഗർ മിക്സിലേക്ക് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം 2ാമത്തെ മുട്ട ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് വളരെ സിമ്പിളാട്ടോ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. നമുക്കൊരു ബേക്കിംഗ് ടൂൾസിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് 1/2 കപ്പ് ഒഴിക്കുക. ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ എല്ലാം ഇതിൽ ചേർക്കാവൂ കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു ചെറുതായിട്ട് പിരിഞ്ഞതുപോലെ തോന്നും, അത് പ്രോബ്ലം ഇല്ല, പേടിക്കേണ്ട. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ റെഡി ആയിക്കോളും. ഇനി 1 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂട്ടും കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തണുത്തിട്ടുണ്ട്. ആൽക്കഹോളിൽ ഒട്ടും ഇല്ല അതിൽ, കണ്ടില്ലേ.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി, ആ വൈറ്റ് പാർട്ട് ഇല്ലാതെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. പിന്നെ 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പാത്രത്തിൻ്റെ മുകളിലോട്ട് തന്നെ ഒരു അരിപ്പ് വയ്ക്കുക. ഇല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അരിച്ചെടുക്കാം കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 കപ്പ് മൈദ, പിന്നെ നമുക്ക് 1 നുള്ള് ഉപ്പ് വേണം, പിന്നെ നമുക്ക് വേണ്ടുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നന്നായിട്ട് അരിച്ച് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിലോട്ട് ചേർക്കുക. ഇത് സെപ്പറേറ്റ് അരിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർക്കാൻ കേട്ടോ, ഞാൻ എളുപ്പത്തിന് ചേർത്തുന്നേ ഉള്ളൂ. ഇത് ചേർത്തിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ മൈദയിൽ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ അടിയിലേക്ക് താന്ന് പോകും കേട്ടോ. കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കാണില്ല, അതുകൊണ്ടാണ് മൈദയിൽ മിക്സ് ചെയ്യുന്നത്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സും മൈദയും കൂടെ ഉള്ള മിക്സ് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ ബട്ടർ ആ മിക്സില്ലേ അതിലേക്ക് ചേർത്തിട്ട് ഒരു സ്പാറ്റുലയോ 1 സ്പൂണോ വെച്ചിട്ട് അല്ലെങ്കിൽ തടി സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഭയങ്കര സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് ചേർക്കുക. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ആ കാരമൽ സിറപ്പൊക്കെ റെഡിയാക്കി വയ്ക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് കുറച്ച് ബട്ടർ തേച്ച് അത് ഗ്രീസ് ചെയ്യുക. അതിനുശേഷം ഒരു ബേക്കിംഗ് പേപ്പർ അതിലേക്ക് കട്ട് ചെയ്തിട്ട് ലൈൻ ചെയ്യുക. അതില്ലെങ്കിൽ കുറച്ച് മൈദ വെതറിയിട്ട് തട്ടിക്കളഞ്ഞാലും മതി കേട്ടോ. ഇത് കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഇടുക. ബേക്കിംഗ് ട്രേയിലിട്ടിട്ട് നമ്മളൊരു സ്പാറ്റുലയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് അല്ലെങ്കിൽ തടി സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇടുന്നേ ഉള്ളൂ. ഇനി ഇത് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 40 തൊട്ട് 50 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ എൻ്റെ കേക്ക് ഒരു 40 മിനിറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് പരന്ന പാത്രമായതുകൊണ്ടാണ്. ഇതൊരു ഏകദേശം 1 കിലോ വരും കേട്ടോ ഈ കേക്ക്. ഇതാ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ അടിവശവും വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ഒരു വയർ റാക്കിൽ തണുക്കാനായിട്ട് വയ്ക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻസ്റ്റൻറ്റ് റം കേക്ക് റെഡി.